സുഡാനിയിൽ സൗബിൻ പറയുന്നത് പോലെ എത്ര ഗോളിന് പുറകെ നിൽക്കുകയാണെങ്കിലും തിരിച്ചു വരുമെന്നുള്ളൊരു വിശ്വാസമില്ലേ? ആക്ച്വലി അത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളൊരു മത്സരമായിരുന്നു ഇത്. എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ നടന്നിട്ടുള്ള മത്സരം എന്നുള്ളതാണ്. ഈ ഒരു മത്സരം കാണാതെ പോയവർക്കൊരു ബിഗ് മിസ് തന്നെയാണ്. ISL ചരിത്രത്തിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നൊരു മത്സരം തന്നെയാണ്. അതും സെമി ഫൈനൽ പോലെയുള്ളൊരു മത്സരമാണെന്നുള്ളത് ആലോചിക്കണം. 90 മിനിറ്റ് വരെ എഫ് സി ഗോവ 2-0 എന്നുള്ള നിലയിൽ മുന്നിൽ നിൽക്കുന്നു. 90 മിനിറ്റ് കഴിഞ്ഞ് അധിക സമയത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ 3 ഗോളുകൾ തിരിച്ചടിക്കുന്നു മുംബൈ സിറ്റി. എന്നിട്ട് 3-2 എന്നുള്ള നിലയിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏതായാലും ഇങ്ങനൊരു മത്സരം, ഒരു എക്സ്ട്രാ ടൈമിൽ 3 ഗോൾസ് അടിച്ചിട്ട് ഇങ്ങനൊരു കംബാക്ക് നടത്തിയ ഒരു മത്സരം ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ, ISLൻ്റെ ചരിത്രത്തിൽ എൻ്റെ ഓർമ്മയിലില്ല എന്നുള്ളതാണ്. അജാതി ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. ഏതായാലും ഗോവൻ ഫാൻസൊക്കെ ഒരു ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചാൻറ്റിങ്ങും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു 90 മിനിറ്റ് വരെ നടന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി ഈ ഒരു മത്സരത്തെ നമുക്ക് ഉറപ്പായിട്ടും 90 മിനിറ്റ് വരെ അതിന് ശേഷം എന്നുള്ള നിലയിൽ തന്നെ കാണാൻ സാധിക്കും. കാരണം ഞാൻ ആ ഒരു മത്സരമൊക്കെ ആ 90 മിനിറ്റ് വരെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇപ്പം ഒഡയോൺ ഇന്ത്യയുടെ ആ ഒരു ഡിഫെൻസീവ്ലി നൽകുന്ന പെർഫോമൻസ് ആണെങ്കിലും എഫ് സി ഗോവ നിരന്തരം അറ്റാക്കിങ്ങിലേക്ക് ആ ഒരു ത്രെറ്റ് ഉണ്ടാക്കുന്നത്. കാരണം 2-0 മുന്നിൽ നിന്നുണ്ടായിട്ടും വീണ്ടും നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത് കണ്ടപ്പോഴത്തേക്കും എഫ് സി ഗോവയുടെ ഒരു ഡോമിനൻസ് എന്ന നിലയിൽ തന്നെ എനിക്ക് സംസാരിക്കണമെന്നുള്ള നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ. പക്ഷേ ആ 90 മിനിറ്റിന് ശേഷം സംഭവിച്ചത് എന്നുള്ളത് അവിശ്വസനീയം എന്നുള്ളതാണ്. വേറെ ഒന്നും പറയാനില്ല. അൺബിലീവബിൾ എന്ന് പറയാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ആണ് നടന്നത്. ലാലോൻസാല ചാങ്തയാണ് ആദ്യം ജയഷാണ് ഡസ്റ്റിലൂടെ സ്കോർ ചെയ്യുന്നത്. അതിനുശേഷം ഗുർക്കീറത്തിൻ്റെ ഷോട്ട് അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്തുകൊണ്ട് ഗോളടിക്കുന്നു വിക്രം പ്രതാപ്. മൂന്നാമത്തെ ഗോളും ലാലോൻസാല ചങ്തയാണ്. സെയിം ജയഷാണയുടെ ഒരു അസിസ്റ്റിലാണ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. ആലോചിക്കുക, ഇവർ മുംബൈ സിറ്റി എഫ് സി ആ ഒരു അവസരത്തിൽ വിദേശ താരങ്ങളൊന്നും തന്നെ അവരുടെ മുന്നേറ്റത്തിൽ മിഡ്ഫീൽഡിൽ ഒരു അറ്റാക്ക് മിഡുന്ന നിലയിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്ത്യൻ പ്ലെയേഴ്സാണ്. നിങ്ങൾ നോക്കുക, 3 ഗോളിലും ഗോൾ അടിച്ചതും ആ ഗോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും ഇന്ത്യൻ താരങ്ങളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ പറയുമ്പം പല താരങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് അടിക്കാത്തത് എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അവിടെയാണ് മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്നൊരു ടീം, അവരുടെ ഇന്ത്യൻ പ്ലെയേഴ്സാണ് അവരെ ആ ഒരു 90 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു മത്സരം വിജയിപ്പിക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 90 മിനിറ്റ് വരെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു മുംബൈ സിറ്റി എഫ് സി ഷോട്ട് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിൽ പിറകിലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു 90 മിനിറ്റിന് ശേഷമാണ് 3 അവസരങ്ങൾ കിട്ടി 3 അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവർക്ക് ആ ഒരു എവേയിൽ ഒരു വിജയം നേടി. ഇനിയിപ്പം ഹോമിൽ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കംഫർട്ടബിൾ ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. ആ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആദ്യം ഗോള് സ്കോർ ചെയ്യുന്നത് ബോറിസാണ്. അത് യാസറിൻ്റെ ഒരു അസിസ്റ്റാണ്. നല്ലൊരു ബോൾ നല്ല ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ബ്രാൻഡൻ വീണ്ടും ഒരു മത്സരത്തിൽ ഒരു ലോങ് റേഞ്ചർ ഗോൾ അടിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ച്. സമാനമായിട്ടൊരു സിറ്റുവേഷൻ കിട്ടി, ബൂം. ഇത് ബ്രാൻഡൻ്റെ ഒരു ട്രേഡ് ഷോട്ടാണ്. പക്ഷേ അതായത് പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു യങ് ആ ഏജിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പം അത് വീണ്ടും മത്സരങ്ങൾ വരുന്നു. ഐ തിങ്ക് ബ്രാൻഡൻ ഇപ്പോൾ ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് ISL നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. സോ അങ്ങനെ അവർ 2-0 എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ വിജയിച്ച് സെക്കൻഡ് ലെഗിലേക്ക് പോകാമെന്നുള്ള നിമിഷമാണ്. ഇപ്പം അവിടെയാണ് ഈ പറഞ്ഞ ടാക്ടിക്കൽ ചേഞ്ചസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. ഇപ്പം 2 മുന്നേറ്റത്തിൽ താരങ്ങളെയൊക്കെ ഇപ്പം ഡിഫൻഡറെ പിൻവലിച്ച് അറ്റാക്കിങ്ങിൽ താരങ്ങളെയൊക്കെ ഇറക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ തിരികെയൊക്കെ മാറ്റുന്നു, അതിൽ ഗുർക്കീറത്തിനേക്ക് കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നു. അവർ തന്നെ ആ ഒരു കളിയിൽ ഇമ്പാക്റ്റ് വരുത്തി. അതാണ് ടാക്ടിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഗെയിമിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ ആ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്താണെങ്കിലും സൂപ്പർ മാച്ച്. ലാലോൻസാല ചാങ്തെ ആ ഒരു നടത്തിയിട്ടുള്ള ആ ഒരു 90 മിനിറ്റ് നടത്തിയതിന് ശേഷമുള്ള ഫൈറ്റ് അത് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു ആദ്യത്തെ ഗോള് വീണപ്പോൾ തന്നെ ഗോവ ഒന്ന് വറിയായി. ആ ഒരു മൊമെൻറ്റ് തന്നെ അടുത്തത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ ഗോവയുടെ ഫാൻസും പ്ലേയേഴ്സും കോച്ചും എല്ലാം കൈവിട്ട കണക്കെയായിരുന്നു കാര്യങ്ങൾ. ആ സമയത്ത് കയറി 3ാമത്തെ ഗോൾ അടിച്ചു എന്നുള്ളതാണ്
കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് മുംബൈ സിറ്റിയുടെ കോച്ചൊക്കെ ഒരു മൊമെൻറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിരാശനായിട്ടിരിക്കുന്ന കാണായിരുന്നു. അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെ അടുത്ത് വളരെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ നിരാശയെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ വിസിൽ മുഴങ്ങിയ സമയത്ത് പുള്ളിയുടെ ആ ഒരു ആവേശവും അല്ലെങ്കിൽ ആഹ്ലാദങ്ങളും സെലിബ്രേഷൻസൊക്കെ കാണേണ്ടത് തന്നെയായിരുന്നു. ഏതായാലും നമുക്കിനി ഒരു സെക്കൻഡ് ലെഗിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നും അവസാനിച്ചിട്ടില്ല, കാരണം ഒരു ലെഗ് കൂടി അവസാനിക്കുന്നുണ്ട്, ഒരു 90 മിനിറ്റും കൂടി ഉണ്ട്. അതിലെ ഗോളുകൾ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നെ മാറും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു മത്സരത്തിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനി.